ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ഇതാണ് ആക്ച്വലി വ്ളോഗായിട്ട് ഫസ്റ്റ് വരുന്നൊരു വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ തംബ്നെയിലും ക്യാപ്ഷനും കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലേ. അത് നമ്മൾ ജോബിൻ മാസ്റ്റർ കല്യാണത്തിന് പോവാം. ഞാൻ കണ്ണൂരാണ് ഉണ്ടായത്. അപ്പോൾ കണ്ണൂർ ടു എറണാകുളം പോവാം. എറണാകുളം വെച്ചിട്ട് കല്യാണം. ഇവിടുന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, പക്ഷേ അവിടെ എത്തിയ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ റോക്കി ബൈ, അല്ല ഇതാണ് നമ്മുടെ ജോബിൻ മാസ്റ്റർ. യെസ്. അപ്പോൾ സാർ കുറേ ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കുറച്ച് സിനിമകൾ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. നമ്മുടെ കക്ഷി അമ്മിണിപ്പിള്ള, ഓം ശാന്തി ഓശാന, അതേപോലെ ആൻമരിയ കലിപ്പിലാണ്. ഇതിൽ കാണുന്ന ഹിറ്റ് സോങ്ങുകളൊക്കെ സാർ കൊറിയോ ചെയ്തു. സോ പ്രൗഡ് ഓഫ് യു സർ. അപ്പോൾ നമുക്ക് കല്യാണം കണ്ടാലോ? കല്യാണമല്ല, ആക്ച്വലി നമ്മൾ റിസപ്ഷനാണ് പോകുന്നത്. യെസ്, ലെറ്റ്സ് ഗോ. ഞാനും എൻ്റെ ഫ്രണ്ടും എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് നമുക്ക് റോയൽ എൻട്രിയിൽ മിസ് ചെയ്ത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഈ ഡാൻസ് കണ്ടു. ഭയങ്കര ക്യൂട്ട് റൊമാൻറ്റിക് ആയിട്ട് എന്ത് രസമാണ്. സാർ എപ്പോഴും ഈ ജിൽ ഡാൻസ് കളിച്ച് കണ്ടേ, ഇങ്ങനെ ഡാൻസ് കളിച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അയ്യോ സാർ ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുമോ, ഭയങ്കര ക്യൂട്ട് റൊമാൻറ്റിക്. അങ്ങനെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. രണ്ടുപേരെയും അയ്യോ ഫുൾ സ്മോക്കൊക്കെ ഇട്ട് ഇറ്റ്സ് ലൈക്ക് എ ഹെവൻ. ഓ അടിപൊളിയായിരുന്നു. ഇപ്പോൾ കുറേ ക്യാമറാസ് നിറഞ്ഞു കേട്ടോ. നമ്മളിങ്ങനെ അവരോട് പറയാം കേട്ടോ കുറച്ച് ഗ്യാപ്പ് നമുക്കും കൂടി വീഡിയോ എടുക്കാൻ. അപ്പോൾ അവരങ്ങനെ മാറുന്നില്ല. കാരണം ഇവർ വീഡിയോ എടുത്താലേ അവർക്ക് വീഡിയോ കിട്ടും. ഓക്കെ, ഞാൻ ഈ തിരക്ക് പിടിച്ച് എവിടെയാണെന്നറിയോ പോകുന്നത്? ഞാൻ ജോബിൻ മാസ്റ്റർ അമ്മേനെ കാണാൻ പോകുന്നത്. നമ്മളൊരു 2-3-4 വർഷങ്ങൾക്ക് മുന്നേ തോന്നുന്നു നമ്മൾ കണ്ടത്. അതിനുശേഷം മാസ്റ്ററിൻ്റെ കല്യാണത്തിന് കാണുന്നത്. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ മൂപ്പർക്ക് മനസ്സിലായി. എന്നെ ഇങ്ങനെ നോക്കുക, അയ്യോ റിച്ചാണോ ഇത്, എന്തിങ്ങനെ സങ്കടമുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് എന്നെ മനസ്സിലായില്ല എന്നാണ്. ഞാൻ എനിക്കിങ്ങനെ വിഷമത്തോട് പറഞ്ഞു എന്നെ മനസ്സിലായില്ലേ അമ്മച്ചി. പക്ഷെ ഇല്ല, മനസ്സിലായി. ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഷോക്ക് പോലെ തോന്നി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡാൻസ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, മോളെ ഡാൻസ് ഇല്ലേ എന്നൊക്കെ. അയ്യോ ഭയങ്കര സ്നേഹം കേട്ടോ അമ്മച്ചിക്ക്, ഭയങ്കര സ്നേഹമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ച് പിന്നെ നമ്മൾ ഫുൾ സ്നേഹപ്രകടനമാണ്. ഉമ്മ കൊടുക്കുന്നു, ഉമ്മ വാങ്ങിക്കുന്നു. അങ്ങനെ അമ്മച്ചിയും ഞാനും ആക്ച്വലി ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മച്ചീനെ. അമ്മച്ചി ഫോൺ വിളിച്ചാൽ ഞാൻ പെട്ടെന്ന് കരഞ്ഞു പോവുകയൊക്കെ ചെയ്യും, അമ്മച്ചിയും കരയും. അങ്ങനെ ഭയങ്കര ബോണ്ടാണ് നമ്മൾ തമ്മിൽ. യെസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് സ്വത്ത് മണി, മുത്താണ് എൻ്റെ. അപ്പം ഞാനും സ്വത്തും കൂടിയ റിസപ്ഷന് വന്നിട്ടുണ്ടായേ. ഇത് ഋതു ചേച്ചി, ഋതുമന്ത്ര, നമ്മുടെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ അല്ല കേട്ടോ, റംസാൻ മണിക്കുട്ടനൊക്കെ ഉണ്ടായി. മണിക്കുട്ടൻ വിൻ ചെയ്ത ആ ഒരു ബിഗ് ബോസ് സീസണിൽ ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ജോസ്കോൻ്റെ മോഡലാണ്. എല്ലാ അധികം നമ്മൾ ഗൃഹലക്ഷ്മി വനിതയൊക്കെ എടുത്ത് നോക്കിയ ചേച്ചീനെ കാണാം. ഇതാണ് സ്നേഹ ചേച്ചി ആർട്ടിസ്റ്റ്, അടിപൊളി ഡാൻസറാണ്. ഭയങ്കര എനർജിയാണ് ഡാൻസ് കളിക്കുമ്പോൾ. പിന്നെ യെസ്, ഷീ ഈസ് ഓൾസോ എ മോഡൽ. സ്നേഹിച്ച് ആക്ച്വലി ഒറ്റയ്ക്കായിരുന്നു വന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു മാറി നിൽക്കൽ ചേച്ചിയിൽ നമ്മൾ കണ്ടുകൊണ്ട് ഞാനും സ്വത്തും പോയി വേഗം സംസാരിച്ചു. പിന്നെ ഡാൻസായി പാട്ടായി, പിന്നെ ഒന്നും പറയണ്ട, നമ്മളെല്ലാവരോടും വേഗം കമ്പനി ആയല്ലോ. അതങ്ങനെയാണല്ലേ. ഇതാണ് ജിതേഷ്, വൻ ഡാൻസറാണ് കേട്ടോ. അപ്പോൾ ജിത്തു, സ്വത്ത്, ഞാനൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ച് പൊളിക്കുക. ബിക്കോസ് നമ്മൾ ഇവരില്ലെങ്കിൽ ശരിക്കും പോസ്റ്റായേനെ. ജിത്തു, ഷാലു, പിന്നെ മനുച്ചേട്ടൻ, ഇവരൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും പോസ്റ്റായേനെ. നമ്മളീ കിട്ടുന്ന സമയമൊക്കെ മാക്സിമം അടിച്ചു കളിച്ചിട്ടുണ്ട് ഞാനും സ്വത്തും കൂടി. എല്ലാവരോടും മിണ്ടും, എല്ലാവരോടും പോയി സംസാരിക്കും, എല്ലാവരും കൂടി ഡാൻസ് കളിക്കും, പാട്ട് പാടും. അടിപൊളിയായിരുന്നു. ഇതാണ് ഷാലു അടിപൊളി ഡാൻസറാണ്. അങ്ങനെ ഇതാ നമ്മൾ വൈബാക്കിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് മനുവേട്ടൻ. മലൈക്കോട്ടെ വാലിബൻ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. യെസ്, അതിലെ ചിന്ന പയ്യനാണിത്, ചിന്ന പയ്യൻ. ഈ ഒരു പോസ്റ്ററാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനുച്ചേട്ടനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ മനുച്ചേട്ടൻ്റെ കൊറിയോഗ്രാഫി ഒരു രക്ഷയില്ലാത്ത കൊറിയോഗ്രാഫിയാണ്. ബിക്കോസ് ഞാനൊക്കെ അന്തം വിട്ട് കുന്നത്തിന് പോലെ നിന്നിട്ടുണ്ട്. അസാധ്യ കൊറിയോഗ്രാഫിയാണ്. പഠിച്ചെടുക്കാൻ നല്ല പാട്ട്. പക്ഷെ അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അതേപോലെ രസമുള്ളൊരു ഡാൻസ് വേറെ ഇല്ല. ഇത് നയനേനെ പിന്നെ നയന ചെറുതായിരിക്കുമ്പോഴേ നമ്മളിങ്ങനെ കണ്ട് അവൾ വളരുന്നത് നമുക്ക് കാണാം. റിയാലിറ്റി ഷോ, സിനിമ, ആഡ്, അങ്ങനെ എല്ലാത്തിലും നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ റിസപ്ഷന് പോയിട്ട് ഡാൻസേഴ്സിനെ തട്ടിമുട്ടി നടക്കാൻ പാടില്ലായിരുന്നു. സാറിൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ചെറിയ കസിൻസ് ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം, ഒന്നും പറയാനില്ല. ഇത് സാറിൻ്റെ വേറൊരു എൻട്രിയാണ്. നമ്മളിതിനു വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. മെൽബ ചേച്ചി മന്ത്രകോടിയൊക്കെ ഇട്ട് വന്ന സ്റ്റൈൽ ചെയ്തത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇതിൻ്റെ സ്റ്റൈലിസ്റ്റിനെ ഞാൻ ഉടൻ കാണിക്കുന്നതായിരിക്കും. യെസ്. അപ്പോൾ ഈ ബ്ലാക്ക് ഇട്ട കുട്ടിയാണ് സാറിൻ്റെ അസിസ്റ്റൻറ്റ്. വേറൊരാളിങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്വന്തം അംജുക്കാനെ ഞാൻ കണ്ടു, ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. അംജുക്ക ഇങ്ങനെ ഓടി നടന്ന് കളിക്കുക. ഓൾ ഇൻ ഓളാണ് അംജുക്ക.
യെസ്, ഇതാണ് സാറും മെൽവി ചേച്ചി. എന്ത് രസമായിട്ടാണ് സ്റ്റൈൽ ചെയ്തേ നോക്കും മന്ത്രകോടി. ഞാൻ ഇതിൻ്റെ ബാക്കിലുള്ള ആളെ ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റൈൽ ചെയ്തതിൻ്റെ ബാക്കിലുള്ള ആളെ സാറിന് നോക്കും. സാറിന് എല്ലാവരെയും കണ്ട് ഭയങ്കര സന്തോഷമായി, സൂപ്പർ ഹാപ്പി. യെസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഡാൻസേഴ്സിനെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പാടില്ലായിരുന്നു. സ്റ്റേജിലായാലും താഴെയായാലും ക്യാമറേൻ്റെ ആൾക്കാരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. നമ്മളിവിടെ നിന്ന് ഈ ബ്ലാക്ക് ഇട്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന ആളെ കണ്ടോ, എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് ക്ലാപ്പ് ചെയ്ത്. ഇതാണ് അംജുക്ക, നേരത്തെ ഞാൻ പറഞ്ഞ ഓൾ ഇൻ ഓൾ. നമുക്കിതിൽ കാണാൻ പറ്റും അംജുക്ക എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഇവൻറ്റിൻ്റെ ഓരോ കാര്യങ്ങളും ഓടി നടന്ന് അംജുക്ക ചെയ്യുന്നുണ്ട്. ഞാൻ സാറിൻ്റെ കൂടെ അധികവും അംജുക്കനെ കാണാറുണ്ട്. എല്ലാ കാര്യവും സാറിന് വേണ്ടി ഓടിച്ചാടി ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. സോ ഹാപ്പി. ഇങ്ങനെ ഒരാളെ കിട്ടാന്ന് വെച്ചാൽ സാർ യു ആർ സോ ലക്കി. പിന്നെ ഞാനും സ്വത്തും കൂടി ഫോട്ടോ എടുക്കാൻ പോയി. ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് സാറിനെ ഒന്ന് ഡയറക്റ്റ് കണ്ട് സംസാരിക്കാൻ പറ്റിയത്. മെൽബ ചേച്ചിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഷീസ് ആൻ അഡ്വക്കേറ്റ്. അമ്മച്ചി പറഞ്ഞ് കേട്ട അറിവേ എനിക്ക് ഉണ്ടായുള്ളൂ. പക്ഷെ കണ്ടപ്പോൾ ഷീ ഈസ് സോ സ്വീറ്റ് ആൻഡ് ഐ സെഡ് ടു ഹർ യു ആർ സോ ലക്കി ടു ഹാവ് ഹിം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ ബാക്കിലൊരു സ്റ്റൈലിസ്റ്റ് ഉണ്ടെന്ന്. യെസ്, ഇദ്ദേഹമാണ്. അദ്ദേഹം നമ്മുടെ സ്വന്തം ശബരിച്ചേട്ടനാണ്. എന്താ പറയുക, ശബരിച്ചേട്ടൻ തൊട്ടാൽ എല്ലാം പെർഫെക്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദർ ഈസ് ശബരി, ദ ലുക്ക് വിൽ ബി പെർഫെക്റ്റ് ഐ ഗെസ്. ഇപ്പോൾ ഉള്ള എല്ലാ ആർട്ടിസ്റ്റും മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ശബരിച്ചേട്ടനാണ്. കാരണം സ്റ്റൈൽ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ആയിരിക്കും. പേളി ചേച്ചി ആയാലും അനുശ്രീ ചേച്ചി ആയാലും പിന്നെ മിയ ചേച്ചി, ഭാമ ചേച്ചി, ഇവരൊക്കെ വീഡിയോയിൽ നമുക്ക് കാണാം. ഈവൻ ഭാവന ചേച്ചി പോലും എവിടെയോ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ചേട്ടാ. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നൈസായിട്ട് വിശക്കാൻ തുടങ്ങി. പക്ഷേ അങ്ങനെ ഹെവി ഫുഡ് കഴിക്കേണ്ട ഒരു വിശപ്പല്ല, കുറച്ച് സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്വീറ്റ് എടുക്കാൻ പോയി. ലൈക്ക് ഒരു കുനാഫ എടുത്തു, ഒരു ചെറിയ കേക്ക് എടുത്തു, പിന്നെ ഒരു പുഡിങ്. പിന്നെ സാറിൻ്റെ ചേട്ടൻ്റെ മക്കളെ ഡാൻസ് ഉണ്ടായിരുന്നു. അയ്യോ, എല്ലാവരും കട്ടക്കാണ്, ഒന്നിനൊന്ന് അടിപൊളിയാണ്. ഇത് സോന, ഇത് അമ്മു, മലൈഖ. അയ്യോ, ശരിക്കും പറഞ്ഞു ഈ കുട്ടീൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ നമ്മൾ നല്ല കമ്പനി ആയിരുന്നു. മറ്റേ കുട്ടീനെ എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. പെട്ടെന്നാണ് ഈ ഒരു എൻട്രി ഉണ്ടായത്. അപ്പോൾ സാർ ഈ കളിക്കുന്ന സ്റ്റെപ്പ് ഏത് പാട്ടിന് മാച്ച് ആയതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് നോക്കാൻ എത്ര ആൾക്കാർ ശരിയാക്കുന്നു. ആ ഡാൻസിൻ്റെ ബാക്കി ഹാങ് ഓവറാണ് നിങ്ങൾ ഈ കാണുന്നത്. ശരിക്കും ഇവരൊക്കെ ഉള്ളതുകൊണ്ടില്ലേ നമുക്ക് ഈ ടൈം പോകുന്നത് അറിയുന്നേ ഉണ്ടായിട്ടില്ല. ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ചുമ്മാ ഇപ്പുറം നോക്കിയപ്പോഴേ അടുത്തത് ഡ്രംസ്. എൻ്റെ സകലകല വല്ലഭാ, എനിക്ക് വയ്യ. ഫ്ലൂട്ടൊക്കെ നല്ല അടിപൊളിയായി കേട്ടോ. നിങ്ങൾക്ക് സാറിൻ്റെ പേജ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ജോബിൻ മാസ്റ്റർ എന്ന ഇൻസ്റ്റാഗ്രാം ID. സോ അതിൽ നമുക്ക് കാണാൻ പറ്റും. സകലകല കലകല വല്ലഭനാണ് സാർ. ഇത് അപ്പുച്ചേട്ടൻ, നാസിഫ് അപ്പു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അതെ, നമ്മുടെ D3 ഫസ്റ്റ് കിട്ടിയത് അപ്പുച്ചേട്ടനാണ്. അപ്പോൾ ഏട്ടൻ ആക്ച്വലി വിചാരിച്ചത് ഇത് ഫോട്ടോ എടുക്കുന്നതാണെന്നാണ്. ഇപ്പോൾ ചോദിക്കും ഇത് വീഡിയോ ആണോ. ഇനി നമ്മൾ കുറച്ച് സീരിയസ് ആയി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാലും ഇവൻ ഇവിടെ ഇരുന്നിടത്തൊന്നും എൻ്റെ ഡാൻസ് കളിപ്പിക്കുന്നു. പിന്നെ പാട്ട് കേട്ടാൽ നമ്മൾ അങ്ങനെയാണല്ലോ, ഡാൻസ് കളിച്ച് പോകും. മനുവേട്ടന് ഞാൻ മുട്ടി. മനുവേട്ടന് ഒരു കുലുക്കവും ഇല്ല. മനുവേട്ടൻ അങ്ങ് ഇങ്ങൊക്കെ നോക്കിയിരിക്കുക. പിന്നെ ഷാലുവിനെ കാണിച്ചു. ഷാലുവും ഫുഡിലായി. പിന്നെ നമ്മൾ വിടുക, ഷാലു വിളിച്ച് എടാ ഒപ്പന കളിക്കടാ. പിന്നെ അവൻ ന്യൂ സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതേ ഷാലുവിൻ്റെ യെസ് ഇതേതാടാ സ്റ്റെപ്പ്. അങ്ങനെ ഋതു ചേച്ചി കളിക്കും. പിന്നെ പാട്ട് കേട്ടാൽ നമ്മളെല്ലാവരും ഡാൻസ് കളിക്കും. അതങ്ങനെയാണ്. നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മളെല്ലാവരും കുറച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇവരൊക്കെ പോവുകയാണ്. നമ്മുടെ ഊബർ ബുക്ക് ചെയ്ത് അവിടെ നിൽക്കുക. ഇവർ ഊബർ ബുക്ക് ചെയ്ത് ഇവർ പോവുകയാണ്. അയ്യോ, എല്ലാവരും മിസ് ചെയ്യും നല്ല രീതിക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞു, വിളിക്കണം, മെസ്സേജ് അയക്കണം, ഇനി ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇതേപോലെ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്മൾ പോവാണ് ഗൈസ്. നമ്മൾ പോവാണ്. ബൈ ബൈ ബൈ. ട്രിപ്പ് ഇഷ്ടമായോ? കല്യാണം ഇഷ്ടമായോ? കല്യാണം അടിപൊളി, രക്ഷയില്ല, സൂപ്പർ.